സംഘടന എന്നുള്ള നിലയ്ക്കെടുത്ത നിലപാടുകൾ സുവ്യക്തമാണല്ലോ. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആദ്യമായി ആരോപണം ഉന്നയിക്കപ്പെടുമ്പോൾ അതിനൊരു പരാതിയുടെ രൂപമില്ലാതിരുന്നിട്ട് കൂടി, അന്ന് പ്രത്യക്ഷത്തിൽ ഒരു രംഗത്ത് വരാതിരുന്നിട്ട് കൂടി അദ്ദേഹത്തെ രാഷ്ട്രീയമായ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിവാക്കിയ പാർട്ടിയാണ് കോൺഗ്രസ്. രാഷ്ട്രീയമായ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് അദ്ദേഹം വഹിച്ചിരുന്ന യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് അദ്ദേഹം ഒഴിവാക്കപ്പെടുന്നു. അതിനുശേഷം കുറെ കൂടി ചില പരാതികൾ വരുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ നിന്നേ ഒഴിവാക്കി. കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ നിന്ന് ഒഴിവാക്കി എന്ന് പറയുമ്പോൾ കോൺഗ്രസ് രാഷ്ട്രീയം പറയണമെങ്കിൽ, ആധികാരികമായി ഞാനൊരാൾ കോൺഗ്രസ്സുകാരനാണ് എന്ന് പറയണമെങ്കിൽ അയാൾ കോൺഗ്രസിന്റെ പ്രാഥമിക അംഗമായിരിക്കണം. കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്തിൽ നിന്നേ അയാൾ ഒഴിവാക്കപ്പെട്ടു. കോൺഗ്രസ് എടുത്ത നിലപാട് സുവ്യക്തമാണ്, സുദൃഢമാണ്. അതൊരിക്കലും റിപ്പോർട്ടർ ചാനൽ ഒരുപക്ഷെ ഈ ഒരു ചർച്ചയുമായി ബന്ധപ്പെട്ട് ഞാൻ ആദ്യമായിട്ട് വരുന്ന ഒരാളായിരിക്കും. പക്ഷേ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് എല്ലാ മെയിൻ സ്ട്രീം ചാനലിലും സംസാരിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. അത് കോൺഗ്രസ് പാർട്ടിയെ പ്രതിനിധീകരിച്ചാണ്. കോൺഗ്രസിന്റെ നിലപാട് എന്ന് പറയുന്നത് ഒരിക്കലും പരാതിക്കാരിക്കെതിരെ അവഹേളനം ഞങ്ങൾ ഉയർത്തിയിട്ടില്ല, പരാതിയുടെ ഗൗരവം കുറച്ച് കാണിച്ചിട്ടില്ല. ഞങ്ങൾ സംഘടനാപരമായി ഉയർന്ന നൈതികത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരു സംഘടനയ്ക്ക് സ്വീകരിക്കാവുന്ന പരമാവധി വലിയ നിലപാട് സ്വീകരിച്ച ആളുകളാണ്. ഞങ്ങളെ സംബന്ധിച്ച് സംശയമില്ലെന്നേ, അത് കോൺഗ്രസ് പാർട്ടിയുടെ നിലപാടാണ്. അത് എപ്പോഴും കോൺഗ്രസ് എന്ത് നിലപാടെടുത്തു എന്ന് ആവർത്തിച്ച് പറയേണ്ട കാര്യമില്ല. അത് കേരളീയ പൊതുസമൂഹത്തിന് മുന്നിൽ നിലനിൽക്കുന്ന ഒരു നിലപാടാണ്. സമീപകാല കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയും സ്വീകരിക്കാത്ത നിലപാട് തന്നെയാണ് ഞങ്ങൾ സ്വീകരിച്ചതെന്ന് ഈ നിമിഷത്തിലും ഇവിടെ ഇരുന്ന് അഭിമാനത്തോടു കൂടി പറയാൻ കഴിയും. അപ്പോൾ വി ആർ അനൂപ്, ഈ പരാതി രാഷ്ട്രീയ പ്രേരിതമാണെന്ന രാഹുലിന്റെ വാദത്തിനൊപ്പമല്ല പാർട്ടി അല്ലേ? ഒരിക്കലുമല്ല. രാഹുലിന് ഡിഫെൻഡ് ചെയ്യേണ്ട ഒരു ബാധ്യതയും കോൺഗ്രസ് പാർട്ടിക്കില്ല. രാഹുൽ ഏതൊരു കുറ്റാരോപിതനും ചെയ്യുന്നത് പോലെ കോടതിക്കകത്ത് അയാളുടെ ഡിഫൻസ് അയാൾക്ക് സ്വീകരിക്കാം. ഇത് കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് ഈ പറയുന്ന നിയമപരമായ നടപടികൾ ഒന്നുമില്ലാതിരുന്ന കാലത്തും സാങ്കേതികത്വം പറഞ്ഞ് ഈ സംഘടന നിന്നിട്ടില്ലല്ലോ. ഇത്തരം പരാതി ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ഇത്തരം ആരോപണങ്ങൾ ഉയരുമ്പോൾ നൈതികമായി സ്വീകരിക്കേണ്ട ഒരു നിലപാട്, നിയമപരമല്ല നൈതികമായി സ്വീകരിക്കേണ്ട, ഞാൻ അടിവരായിട്ട് പറയുകയാണ്, ആ നിലപാട് കോൺഗ്രസ് പാർട്ടി സ്വീകരിച്ചിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ പോലും അറസ്റ്റ് ചെയ്യപ്പെട്ട ആളുകളെ പോലും സംരക്ഷിക്കുന്ന അനുഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് അറസ്റ്റ് അല്ല, പരാതിയല്ല, FIR അല്ല, ഒന്നുമില്ലാത്ത ഘട്ടത്തിലും ഞങ്ങൾ ഞങ്ങളുടെ നിലപാട് സ്വീകരിച്ചു. ശരി, അപ്പോൾ അടൂർ പ്രകാശ് പറഞ്ഞ നിലപാട് CPM-ന്റെ രാഷ്ട്രീയ വേട്ടയുടെ ഇരയെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തെ വിളിച്ചത്. ഇര എന്ന വാക്ക് തന്നെ ഉപയോഗിച്ചു. അപ്പോൾ ആ നിലപാട് പാർട്ടിയുടെ നിലപാടല്ല, UDF കൺവീനറുടെ കോൺഗ്രസ് MP-യുടെ നിലപാട് കോൺഗ്രസിന്റേതല്ല. സ്മൃതി, പാർട്ടിയുടെ നിലപാടെന്ന് പറഞ്ഞാൽ എന്താ? കോൺഗ്രസ് പാർട്ടിയുടെ ഉന്നതമായ നേതൃത്വം എല്ലാവരും കൂടിച്ചേർന്ന് ഒരു അച്ചടക്ക നടപടി സ്വീകരിക്കുമ്പോൾ അതാണ് പാർട്ടിയുടെ നിലപാടെന്ന് പറയുന്നത്. ഒരു കളക്റ്റീവ് ലീഡർഷിപ്പ് എടുത്ത നിലപാടാണ്. KPCC പ്രസിഡന്റിൻ്റെതായി പുറത്തു പറഞ്ഞ നിലപാടാണ്. ഞങ്ങൾ KPCC-യിൽ നിന്ന് ചുമതല ഏൽപ്പിക്കപ്പെട്ട മീഡിയ പാനലിസ്റ്റുകളടക്കം പറയുന്ന നിലപാടെന്ന് പറയുന്നത് KPCC-യുടെ നിലപാടാണ്. പിന്നെ അച്ചടക്കത്തിന് വിരുദ്ധമായ നിലപാടാണ് അടൂർ പ്രകാശ് എടുത്തത്. അല്ല, പാർട്ടി അച്ചടക്കത്തിനെ കുറിച്ചൊന്നും പറയാൻ ആധികാരികമായി പറയാൻ ചുമതലപ്പെട്ട ആളല്ല. അതിന് അർഹതപ്പെട്ട ആളുകൾ പറഞ്ഞോളും. ഞാൻ ആവർത്തിച്ചു പറയുന്നു, KPCC പ്രസിഡന്റ് പറഞ്ഞതാണ് കേരളത്തിൽ കോൺഗ്രസ് പാർട്ടിയുടെ നിലപാട്. പക്ഷേ MLA സ്ഥാനം രാജിവെക്കണമെന്ന് പാർട്ടിയിലെ പല നേതാക്കളും ആവശ്യപ്പെടുന്നുണ്ടല്ലോ. അല്ല, MLA സ്ഥാനം എന്ന് പറയുന്നത് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന വ്യക്തി കോൺഗ്രസിൻ്റെ MLA ആണോ? കോൺഗ്രസ് വളരെ ഒരു അസന്നിഗ്ധമായി ഒരു സംശയത്തിനും ഇല്ലാത്ത വിധം നിയമസഭയിലെ സ്പീക്കർക്ക് കത്ത് കൊടുത്തു എന്ന് മാത്രമല്ല കോൺഗ്രസിന്റെ ബ്ലോക്കിൽ നിന്നെ ഒഴിവാക്കി. അത്തരം ഒരാളോട് എങ്ങനെയാണ് MLA സ്ഥാനം രാജിവെക്കാൻ ഞങ്ങൾക്ക് പറയാൻ കഴിയുക? അയാൾ ഞങ്ങളുടെ കൂട്ടത്തിലേ ഇല്ല. അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയാലും സഹയാത്രികനായ ആൾ. നിങ്ങളിൽ ചിലർ അയാളെ കൊണ്ടു നടക്കുന്നു എന്നൊരു യാഥാർത്ഥ്യം കൂടിയുണ്ട്. ഞാൻ അതിലേക്ക് വരാം. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.